ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മളിപ്പോൾ പോണത് നമ്മുടെ ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാനുണ്ട് കേട്ടോ. ഡ്രസ്സ് മേടിക്കാനുണ്ട്, ചെരുപ്പ് മേടിക്കാനുണ്ട്, കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ മേടിക്കാനുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. വീട്ടിലേക്കും കുറച്ച് സംഭവങ്ങൾ മേടിക്കാനുണ്ട്. പോണ വഴിക്ക് ഐഷുമ്മ നല്ലോണം ഉറങ്ങിപ്പോയിട്ടാണ്. പിന്നെ അവളുടെ ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പ് എത്തിയപ്പോഴാണ് ആളെ എണീക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരുന്നത്. ആ നേരത്തെ ഐഷ നിനക്ക് ഡ്രസ്സ് എടുക്കേണ്ട സ്ഥലം എത്തിയെന്ന് പറഞ്ഞത് ആൾ ചാടി ഇറങ്ങി വാപ്പയോടൊപ്പം പോയിട്ടാണ്. ഡ്രസ്സ് മേടിക്കൽ ഒരുങ്ങാനൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടാ. അത് എത്ര ഉറക്കത്തിലാണെങ്കിലും പുള്ളിക്കാരി ചാടി ഇറങ്ങി പൊക്കോളും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ചധികം ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. അങ്ങനെ പക്ഷേ എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഐഷാക്ക് ഈ ഡ്രസ്സ് ലൂസ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ എടുക്കാണ്ടിരുന്നത്. അല്ലെങ്കിൽ നല്ല മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ആൾക്കും ഇട്ട് നോക്കിയിട്ട് പിന്നെ ഊരാൻ വേണ്ടിയിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭയങ്കര വാശിയായിരുന്നു, ഊരിക്കണ്ടായിരുന്നില്ല ഞങ്ങളെ കൊണ്ട്. ഇവരുടെ ഷോപ്പ് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവാണ്. അങ്ങനെ പിന്നെ ഇനി എനിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടായിട്ട് പോണത്. അപ്പോൾ ആദ്യം പോയ ബൊട്ടീക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ബൊട്ടീക്കിലേക്കാണ് പോണത്. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും എൻ്റെ കസിൻ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരും കേട്ടോ. നാസ് എന്ന് പറയുന്ന ഷോപ്പിലേക്കാട്ടെ നമ്മൾ പോകണം. ഇൻസ്റ്റയിലൊക്കെ നല്ല ആക്റ്റീവ് അവര്. തൊപ്പി വെച്ചേ, തൊപ്പി വെച്ചേ. എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും ഐഷാക്ക് പുതിയ തൊപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻ വന്നപ്പോൾ അവളെ സോപ്പിട്ട് ഐഷ മേടിപ്പിച്ചാട്ട് ഈ തൊപ്പി. അങ്ങനെ നമ്മുടെ ഐഷ ഒരു തൊപ്പിക്കാരിയായി. ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് ആ വിഷമം നമ്മൾ കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഷവായിട്ടാണ് സ്ഥലത്തേക്കാട്ടാണ് പോണത്. എനിക്ക് മേടിക്കാനുള്ള 2 ഐറ്റംസ് കിട്ടിയിട്ടില്ല, ഫൗണ്ടേഷനും ഡ്രസ്സും. അപ്പോൾ ഫൗണ്ടേഷന് മേക്കപ്പ് സ്റ്റുഡിയോ ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേനും. അങ്ങനെ വിഷമിച്ചിരിക്കണ എൻ്റെ മുന്നിലേക്ക് അവർ നല്ല ചൂട് ഷവർമ കൊണ്ടുവന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. കുറച്ച് സങ്കടം അതിലൂടെ എൻ്റെ മാറി. പിന്നെ ഈ ഒരു ഷവായും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഇവിടം കൊണ്ട് തീരാണ് കേട്ടോ. ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ഈ ഒരു ഷവായി കഴിക്കാൻ വേണ്ടിയിട്ട് പയ്യന്നൂരിൽ നിന്ന് കാസർഗോഡ് വരെ വരുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം നിർത്തി വെച്ചേക്കാണ് ഞങ്ങളുടെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ. ഷവായി കഴിച്ചത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈം ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഐഷുമാക്ക് വേണം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇടിയായി. ഷാക്ക് അത് ഫുള്ളും കൊടുത്തതിന് ഐഷ് എന്തായാലും അത് കുടിക്കാൻ പോണില്ല. അപ്പം ഞാൻ 2 സ്ട്രോ മേടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു. ഒരുമേണ്ടെങ്കിലും ഒലക്കപ്പുറത്തും കിടക്കാന്നാണല്ലോ. അവിടെ നിന്ന് നമ്മളും വയറും മനസ്സൊക്കെ നിറച്ചിട്ട് നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോകട്ടെ. അപ്പടി ചെളിയും ചെളിവെള്ളത്തിൻ്റെ കെട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. ചെളിവെള്ളം അയ്യോ ഐഷ. ഇനി അടുത്ത പരിപാടി നമുക്ക് ഇക്കാക്കാക്ക് ഡ്രസ്സ് നോക്കാനുണ്ട്. അങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല. ഇഷ്ടപ്പെടാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഐഷ അവിടെ ചെല്ലണതിന് മുന്നേ തന്നെ ഉറങ്ങിപ്പോയതാട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കിടത്തിയപ്പോഴത്തേനും ആളെ എണീച്ച് ഓടി. അവിടെ നിന്ന് 2 ഷർട്ട് എടുത്തു. ഇനി അടുത്തത് നമുക്ക് ഐഷാക്ക് പാമ്പി മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ പോയത്. പിന്നെ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് മേടിക്കാം എന്നുള്ള രീതിക്ക് വേറൊന്നും ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മേടിക്കാനായിരുന്നില്ല. പിന്നെ കുറച്ച് സ്നാക്സ് നോക്കാനുണ്ടായിരുന്നു. ഐഷാൻ ഞാൻ ഈ വണ്ടിയിൽ ഇരുത്താനല്ല കേട്ടോ ഉദ്ദേശിച്ച, ഒരു ബസ്സും പോലത്തെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിരുത്താനാണ്. പക്ഷെ ഞാനതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഇതിനകത്ത് ഇരുത്തി നോക്കിയപ്പോൾ ആൾ ഇരിക്കണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു കേട്ടോ. എന്ത് ചെയ്താൽ ഇറങ്ങണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ അടുത്തേക്ക് വരെയും ആ ചെളിവെള്ളത്തിലും അതിൽ കൂടെ വരെയും ഞങ്ങൾ അവളെ ആ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ടും പോയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഐഷ ഇങ്ങനെ ഇതിനകത്ത് ഇരിക്കുമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഈ പ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇരുന്ന് തുടങ്ങിയത്. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ലക്കി വിന്നറിനെയൊക്കെ അനൗൺസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊന്നും കാണാൻ വേണ്ടിയിട്ട് നിന്നില്ല കേട്ടോ. മേടിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ടാറ്റാ.
ഇഷ്ടമില്ല. ചെരുപ്പും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ മേടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും അത്യാവശ്യം സമയം വൈകിട്ടുണ്ടായിരുന്നു. നല്ല ടയേർഡായതുകൊണ്ട് തന്നെ ഇതൊന്നും എടുത്ത് വെക്കാനുള്ള ആ ഒരു സെറ്റപ്പ് എനിക്ക് അപ്പം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ, അതായത് തിങ്കളാഴ്ച. അപ്പോൾ ഇക്കാക്കാക്ക് ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞു വാ നമുക്ക് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാനും ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങണ ആ സമയത്ത് മഴയ്ക്ക് നല്ലൊരു തോർച്ച ഉണ്ടായിരുന്നു കേട്ടോ. ഐഷാനെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇന്നലെ യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വീട്ടിൽ ഉമ്മച്ചിയുടെ അടുത്താക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേനും പതിയെ മഴ പെയ്തു തുടങ്ങി. ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ഈ വഴിക്ക് പോകുമ്പോൾ ഓർക്കും ഇവിടെ ഒന്ന് ഇറങ്ങാമെന്ന്. പിന്നെ ഇപ്രാവശ്യവും സമയം നല്ലോണം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമല്ല 8 മണിക്ക് ബോട്ടിക്ക് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത്. പിന്നെ മേക്കപ്പ് സ്റ്റുഡിയോ ആണെങ്കിലും 8:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് അതിന് മുന്നേ തന്നെ അവിടെ എത്തണം. മഴ പെയ്യല്ലേ. ഞങ്ങൾ കറക്റ്റ് ക്ലോസിങ് ടൈമിൻ്റെ സമയത്താട്ടോ കയറി ചേർന്നത്. തന്നെ ചേച്ചി എല്ലാം എടുത്ത് വെച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് ഹാങ് ചെയ്തിട്ടേക്കണതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തു. എനിക്കാണെങ്കിൽ ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ക്ലോസിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്തു തരില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കൊണ്ടുവന്ന് തരാൻ. ഇത് അത്യാവശ്യം ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് വീടിൻ്റെ അടുത്ത് കൊടുക്കാമെന്ന്. പിന്നെ ഇതിനായിട്ട് ഇനിയും വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മടിയുള്ള പരിപാടി, അത് വേണ്ടാന്ന് വിചാരിച്ചു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പ് സ്റ്റുഡിയോയിൽ പോകണം. അപ്പോൾ അവിടെയാണ് കേട്ടോ എൻ്റെ കസിൻ നിൽക്കണത്. അപ്പം അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെല്ലാൻ വേണ്ടിയിട്ട്. അവിടെയും ഏകദേശം ക്ലോസിങ് ടൈമിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഞാൻ ചെന്നത്. പിന്നെ അവളെ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫൗണ്ടേഷനൊക്കെ എടുത്ത് തന്നു, പിന്നെ ഒരു സ്പഞ്ചും എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതും മേടിച്ച് തിരിച്ച് പോവാണ്. പോണ വഴിക്ക് നമുക്ക് ഇന്നലെ മേടിച്ച ചെരുപ്പിൽ നിന്ന് ഉമ്മച്ചിക്ക് മേടിച്ച ചെരുപ്പ് മാറ്റാണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് അത് ടൈറ്റായിരുന്നു. അപ്പം അത് മാറ്റണം. ഇനി പേടിച്ചായിട്ട് എടുത്തത്, കാരണം ഇനി ടൈറ്റ് ആവുകയാണെങ്കിൽ ഇനി മാറ്റണ പരിപാടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞേക്കാക്ക. അപ്പോൾ അത് കാരണം കൊണ്ട് ഡൗട്ടിലാണ് എടുത്തത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ സീതാപ്പാനി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ 2 ഷവർമ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം സമയം എടുത്തിട്ടോ. പിന്നെ ഞങ്ങൾ ഡൈനിങ് അല്ലായിരുന്നു, കാറിൽ ചെന്നിട്ട് സമാധാനമായിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഷവർമേനെ പറ്റി ഒന്നും പറയാനില്ല, ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.